വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, ഏതൊരു പോരാളിയുടെയും മികവ് അയാളുടെ തേരോടിക്കുന്ന സാരഥിയുടെ പ്രാഗൽഭ്യമാണ്. അർജുനനെ വീരനാക്കിയത് ശ്രീകൃഷ്ണനാണെന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നത് സ്കൂളുകളുടെ കാര്യത്തിലും അത് ശരിയാണെന്നാണ്. ഏൽപ്പിക്കപ്പെടുന്ന കൈകൾ ഭദ്രമാണ് എങ്കിൽ, ശക്തമാണ് എങ്കിൽ, ഒരു സ്കൂളുമായി സംബന്ധിച്ച ബാക്കി എല്ലാം നന്നാവും. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ സുഹൃത്തായ ജോണച്ചനെ കുറിച്ചാണ്. ഞാൻ അദ്ദേഹത്തെ കുറച്ച് നാളത്തെ പരിചയമാണുള്ളത്. ഈ പരിചയപ്പെട്ടപ്പോഴൊക്കെ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത് മുഴുവൻ ഈ സ്കൂളിനെ പറ്റിയും ഇവിടുത്തെ കുട്ടികളെ പറ്റിയും മാത്രമാണ്. എന്ന് വെച്ചാൽ സ്കൂളെന്നൊക്കെ പറയുന്ന ഒരു കെട്ടിടത്തെ പറ്റി പറയുന്നത് പോലെ അല്ല. ഹൃദയമിടിപ്പും രക്തയോട്ടവും ഒക്കെയുള്ള ജീവനുള്ള എന്തിനെയോ പറ്റി പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം അഗസ്റ്റിനച്ചന് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോണ്ടി വന്നു. ഇനിയെങ്കിലും അയാൾ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് പറയും. അപ്പോൾ ഏറ്റവും നല്ല സാരഥി നയിക്കുന്ന ഒരിടത്ത് ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിൽ നന്ദി, സന്തോഷം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇവർ പറഞ്ഞതിൽ നിന്നും കൂടുതലൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് കുട്ടികളോടൊന്നും പറയാനില്ല. കാരണം ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഇവരൊക്കെ പ്രസംഗമൊന്ന് നിർത്തിപ്പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് എത്രയോ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളാകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ മാതാപിതാക്കളെയും അധ്യാപകരെയും വെറുതെ വിടാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളെ ഉപദേശിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിന് കുട്ടികൾ എനിക്ക് വേണ്ടി കൈയടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസത്തെ പറ്റിയോ ശാസ്ത്രത്തെ പറ്റിയോ സ്പോർട്സിനെ പറ്റിയോ കലയിൽ എങ്ങനെ വലുതാണോ എന്നുള്ളതിനെ പറ്റി പറയാൻ ഉള്ള ഇവരെക്കാളുള്ള യോഗ്യത എനിക്കില്ല. അത് എന്ത് പറയണമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കൊരു ചെറിയ കൂട്ടിച്ചേർക്കൽ മാത്രമേ നടത്താനുള്ളൂ. അതും ഇവിടെ ജോണച്ചൻ പറഞ്ഞ അതിഗംഭീരമായ പ്രസംഗത്തിൻ്റെ ഒരു ഏട് ഞാനിങ്ങ് എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ വിയോഗവും അന്ത്യയാത്രയും കണ്ടതാണ്. ഇത് പറയുമ്പോൾ പറയട്ടെ, ഇതിൽ ദയവ് ചെയ്ത് രാഷ്ട്രീയം കാണരുത്. ഒരു രാഷ്ട്രീയ ആഭിമുഖ്യത്തെ പറ്റിയുമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടി സാർ എന്ന മനുഷ്യനെ പറ്റിയാണ്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ ഇദ്ദേഹത്തെ തേടി വന്നത്? അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്ക് എങ്ങനെയാണ് ഇതുപോലെ ഒരു ജനാവലി ഉണ്ടായതെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനൊറ്റ ഉത്തരമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഹി ഇൻവെസ്റ്റഡ് ഹിസ് ടൈം ഇൻ പീപ്പിൾ. അദ്ദേഹം മനുഷ്യരെ ശ്രദ്ധിച്ചു, മനുഷ്യർക്ക് സമയം കൊടുത്തു. അതിനവർ തിരിച്ചു കൊടുത്തതാണ് നമ്മളാ കണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സമയത്തിന് തിരിച്ചവർ സമയം കൊടുക്കാൻ വേണ്ടിയാണ് വന്നത്. അതിനുള്ള നന്ദി കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. നമ്മളുടെ കുട്ടികളൊക്കെ ഉയർന്ന നിലയിലെത്തണം, നന്നായി പഠിക്കണം, നല്ല ശമ്പളം ഉണ്ടാകണം. അതിനൊന്നും ഒരു സംശയവുമില്ല. ഇതേപോലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ അവരെ അവിടെ തന്നെ എത്തുമെന്നുള്ളതിന് ഗ്യാരൻറ്റിയുമാണ്. പക്ഷെ അതിൻ്റെ കൂടെ പറഞ്ഞു കൊടുക്കണം എന്നെനിക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം, മനുഷ്യരെ കുറെ കൂടെ ശ്രദ്ധിക്കാൻ പറഞ്ഞു കൊടുക്കുക. മറ്റെന്തിനേക്കാൾ വലുത്, മറ്റെന്തിനേക്കാൾ പ്രധാനം മനുഷ്യനാണെന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ കരിക്കുലത്തിൽ അതുണ്ടോ എന്ന് എനിക്കറിയില്ല. സച്ചിൻ തെണ്ടുൽക്കറുടെ ആത്മകഥയിൽ അദ്ദേഹം എഴുതിയിരുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്, ഒരു നല്ല ക്രിക്കറ്റർ ആകുന്നതിനേക്കാൾ പ്രധാനമാണ് ഒരു നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ്. പറഞ്ഞത് സച്ചിൻ തെണ്ടുൽക്കറാണ്. ഈ നല്ല മനുഷ്യനാവുക എന്നുള്ളതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, മറ്റു മനുഷ്യൻ്റെ കാവലാളാവുക. ടേക്ക് കെയർ ഓഫ് അതേഴ്സ്. ഈ കാവലാളാകുക എന്നുള്ള ചോദ്യം നമ്മൾ വേറെ കേട്ടിട്ടുണ്ട്. കായേൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് കായേൻ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ഒറ്റ ചോദ്യത്തിൽ കായേൻ പിന്നെ അലയുന്നവനായി എന്നാണ് പറയുന്നത്. അലയുന്നവൻ എന്ന് പറഞ്ഞാൽ മനസ്സമാധാനമില്ലാതാകുക എന്നുള്ളതാണ് അർത്ഥം. മനുഷ്യരെ മറന്ന് നമ്മൾ എവിടെ എത്തിയാലും നമ്മൾക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ മനുഷ്യരെ കാണാൻ അവരെ പഠിപ്പിക്കുക. നമ്മളെല്ലാം ഏതെങ്കിലും അർത്ഥത്തിൽ മുറിവേറ്റവരും പരിക്ക് പറ്റിയവരും ഒക്കെ തന്നെയാണ്. അതില്ലാത്ത ആരുമില്ല.
അങ്ങനെ ഒരു അവസരത്തിൽ പെയിനിന് ഒരൊറ്റ മെഡിസിനേ ഉള്ളൂ മറ്റ് മനുഷ്യർ. ഇതൊക്കെ പറയുമ്പോൾ ചോദിക്കാം, ഇങ്ങനെ മനുഷ്യന് സമയം കൊടുത്താൽ പറ്റിക്കപ്പെടില്ലേ എന്ന്. ഇല്ല, പറ്റിക്കപ്പെടുമൊന്നുമില്ല. ബുദ്ധി ഉപയോഗിക്കരുത് എന്നല്ല പറഞ്ഞത്, കെയർഫുള്ളൊക്കെ ആവാം. പക്ഷേ ആ പറ്റിക്കപ്പെടില്ലേ എന്നുള്ള ചോദ്യത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ അവിശ്വസിക്കാൻ സാധ്യതയുണ്ടവർ. അത് അപകടകരമായ പോക്കാണ്. മനുഷ്യനെ വിശ്വസിക്കാം, മനുഷ്യനെ വിശ്വസിച്ച് തന്നെ മുമ്പോട്ട് പോകാം. എത്രയും കൂടുതൽ മനുഷ്യരെ കേൾക്കുമ്പോഴാണല്ലോ അവർക്ക് മനസ്സിലാകുന്നത് നമ്മുടെ വീടിന് പുറത്തുമൊരു ജീവിതമുണ്ട്, നമ്മൾ ഈ കാണുന്നതിന് പുറത്തുമൊരു ലോകമുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ കേട്ട് കേട്ട് കണ്ട് കണ്ട് അറിഞ്ഞറിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു വേൾഡ് വ്യൂ ഉണ്ടാകുന്നു. വേൾഡ് വ്യൂ എന്ന് പറയുന്നതാണല്ലോ വിശ്വമാനവികത. അതിന് സഞ്ചരിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ രാജ്യങ്ങളും സഞ്ചരിച്ചാലേ അത് കിട്ടുമെന്നുള്ളത് ഒന്നുമില്ല. ഒരു ഗുഡ് ലിസണർ ആണ് ഈ വിശ്വമാനവികൻ എന്ന് പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നല്ല കേൾവിക്കാരനായി മനുഷ്യൻ അംഗീകരിക്കുന്നവനാണ് വിശ്വമാനവികൻ. ഹ്യൂമൻ ലൈബ്രറി എന്നൊരു കോൺസെപ്റ്റ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് യൂറപ്പിലൊക്കെ. ലൈബ്രറികൾക്ക് പകരം അവിടെ അപരിചിതരായ മനുഷ്യർ വരികയാണ്. അപരിചിതരായ മനുഷ്യർ കേൾക്കാനും വരികയാണ്. അന്യോന്യം വെറുതെ സംസാരിച്ച്, അന്യോന്യം വെറുതെ സങ്കടങ്ങൾ പങ്കിട്ട് പോകുന്ന കുറേ മനുഷ്യർ. 1000 പുസ്തകങ്ങളെക്കാൾ വലുതല്ലേ അങ്ങനെ ഒരു മണിക്കൂർ? ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട്, സ്കൂളുകളിൽ ക്ലാസ്സുകൾ എടുക്കാനും ഇൻ്ററാക്ട് ചെയ്യാനും ഗസ്റ്റുകളെ വിളിക്കാറുണ്ട്. അവരുടെ മേഖലകളിൽ മികവ് തെളിച്ച ആ ഗസ്റ്റുകൾ നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഞാനിന്ന് ഈ സ്കൂള് കടന്നു വരുമ്പോൾ 2 ഗേറ്റ് കടന്നാണ് ഞാൻ ഈ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി ചെന്നത്. ഈ 2 ഗേറ്റിലും പുഞ്ചിരിക്കുന്ന, വളരെ നന്നായി സംസാരിക്കുന്ന, ഏറ്റവും മധുരമായി നമ്മളെ സ്വാഗതം ചെയ്യുന്ന 2 ഗേറ്റിന് അടുത്തുള്ള ആൾക്കാരെ ഞാൻ കണ്ടു, ഗാർഡ്സിനെ. അവരെ വിളിച്ചൂടെ ഒരു അരമണിക്കൂർ കുട്ടികളോട് സംസാരിക്കാൻ? ആകാശം ഇടിഞ്ഞു വീഴുമോ? ഇല്ല. ജോലിയെപ്പറ്റി മാത്രം സംസാരിച്ചാൽ പോരല്ലോ, അങ്ങനെയും ജീവിതമുണ്ടെന്ന് അറിയണമല്ലോ കുട്ടികൾ, അങ്ങനെയും ആൾക്കാരുണ്ടെന്ന് അറിയണമല്ലോ കുട്ടികൾ. അതുകൊണ്ട് നമുക്ക് സാധാരണത്വത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരാം. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിരത്തിലൊരാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ കണ്ടില്ലെന്ന് നടിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ കുട്ടി ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ കുട്ടി ഉണ്ടായാൽ നമ്മൾ അവർക്ക് എന്ത് വിദ്യാഭ്യാസം കൊടുത്തിട്ടും എന്ത് ഡിഗ്രി എടുത്തിട്ടും ഏത് ജോലിയിൽ അവരെത്തിയിട്ടും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ജോണച്ചനോടുള്ള എൻ്റെ അപേക്ഷ അതാണ്. ജോണച്ചൻ അത് ചെയ്യുമെന്നും എനിക്കറിയാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്നൊരു ചോദ്യമുണ്ട്. വളരെ ചെറിയൊരു ഗുണമാണ്, പക്ഷേ ആ ഗുണം അനന്തമാണ്. ഈയിടെ ഞാൻ വായിച്ചു ഒരു പുസ്തകത്തിലുള്ളൊരു ചോദ്യമാണ്, നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ ഒരു ഓർമ്മ മാത്രം നമ്മളുടെ മനസ്സിൽ കൊണ്ടുപോകാൻ അവസരം കിട്ടിയാൽ ഏതോർമ്മയായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളത്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതിലൊരിക്കലും നമുക്ക് SSLCക്ക് റാങ്ക് കിട്ടിയതില്ല, 12th റാങ്ക് കിട്ടിയതില്ല, ജോലിയിലെ ആദ്യ ശമ്പളമില്ല, കിട്ടിയ അവാർഡുകളില്ല. എന്നെ സംബന്ധിച്ചില്ല. എൻ്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പോലും ഞാൻ കൊണ്ടുപോകില്ല. പക്ഷെ സ്നേഹിച്ച ചില മോമെൻറ്റ്സ്, സ്നേഹിച്ചവരുമൊത്ത് ഞാൻ പങ്കിട്ട ചില മോമെൻറ്റ്സ്, എന്നെ കേട്ട ആൾക്കാരുടെ മോമെൻറ്റ്സ്, അത് ഞാൻ കൊണ്ടുപോകും. അത് തന്നെയാണ് നമ്മുടെ മക്കൾക്കും കിട്ടാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ ഓർക്കുന്നത് നമ്മളെ കേട്ടവരെയും നമ്മളെ കരുതിയവരെയുമാണ്. അതിലൊന്നാവട്ടെ നിങ്ങളുടെ മക്കൾ. സാധാരണ നിമിഷങ്ങളെ നല്ല ഓർമ്മയാക്കിയവരാകട്ടെ നിങ്ങളുടെ മക്കൾ. അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇടം പിടിച്ചവരെക്കാൾ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നവരാകട്ടെ നിങ്ങളുടെ മക്കൾ. താങ്ക് യു.